ഇന്ത്യ ഇവാഞ്ചലിക്കൽ ലൂഥറൻ ചർച്ച് തിരുവനന്തപുരം സിനഡ് മൈലക്കര ലൂഥറൻ ചർച്ചിൽ സാധു സംരക്ഷണ സമിതി വാർഷികാഘോഷവും ലഹരിവിരുദ്ധ ക്ലാസും മാജിക് ഷോയും നടന്നു. റൈറ്റ് റവറൻഡ് ഡോക്ടർ മോഹൻ മാനുവേൽ ഉദ്ഘാടകനായിരുന്നു. സഭാ ശുശ്രൂഷകൻ BM സാം അധ്യക്ഷത വഹിച്ചു. കള്ളിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് P വിനോദ് കുമാർ, എക്സൈസ് സർക്കിൾ ഓഫീസർ R അജിത്, സഭാ പ്രസിഡന്റ് K ജോസ്, സെക്രട്ടറി യേശുദാൻ, ഖജാൻജി സുനിൽ, സാധു സംരക്ഷണ സമിതി പ്രസിഡന്റ് തങ്കരാജ്, സെക്രട്ടറി V മോഹനൻ, ഖജാൻജി ജോൺസൺ എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി ഉപഹാരങ്ങളും വിതരണം ചെയ്തു. നമുക്ക് ജീവിക്കാനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. അതുകൊണ്ട് മറ്റുള്ള ആളുകളുമായി നമ്മൾ ജാതി പറഞ്ഞോ മതം പറഞ്ഞോ നിറം പറഞ്ഞോ നമ്മൾ അകൽച്ച പാലിക്കും. പക്ഷെ നമ്മുടേതൊന്നുമില്ല, നമ്മൾ തകർന്ന് തരിപ്പണമാണെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും ഒക്കെ സഹായം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആര് തന്നാലും നമ്മൾ സ്വീകരിക്കും. അപ്പൊ നമുക്ക് ജാതിയുമില്ല, മതവുമില്ല, നിറവുമില്ല, ഭാഷയുമില്ല, ആണുമില്ല, പെണ്ണുമില്ല എന്ന വ്യത്യാസം നമുക്കില്ല. ഇതാണ് ഇവിടെ ഈ കള്ളനെ സംബന്ധിച്ചിടത്തോളവും ഈ ശബരിക്കാരനെ സംബന്ധിച്ചിടത്തോളവും സംഭവിച്ചത്. കള്ളൻ ശബരിക്കാരന്റെ പരിചരണം സ്വീകരിക്കുന്നു, ഈ മുറിവേറ്റ് കിടക്കുന്നവൻ ശബരിക്കാരന്റെ പരിചരണം സ്വീകരിക്കുന്നു, ശബരിക്കാരൻ അവനെ സത്രത്തിൽ കൊണ്ടുപോകുന്നു. ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം, ശബരിക്കാരൻ അന്ന് അവിടെ തങ്ങിയിട്ട് പിറ്റേന്ന് പോകുന്ന സമയത്ത് അവൻ പറയുന്നു, എല്ലാ എക്സ്പെൻസും കൊടുത്തിട്ട് പറയുന്നു, അധികം വന്നാല് ഞാൻ തിരിച്ചു വരുമ്പോ തന്നോളാന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അതായത് എന്റെ സമ്പത്ത് മാത്രമല്ല, എന്റെ സമയം മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് കൂടി ചെലവഴിക്കാനുള്ളതാണെന്ന് പഠിപ്പിച്ചു ശബരി എന്ന ഉപയോഗിയുടെ. ശരിയായ ഈശ്വര വിശ്വാസം കൈമുതലാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം തന്നെ സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് മറ്റ് ആരാധനാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലൂഥറൻ സഭയുടെ ഒരു ഏറ്റവും അവിസ്മരണീയമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സാധു സംരക്ഷണ സമിതി ഇവിടെ നടത്തുന്നുണ്ട്. പെൻഷൻ കൊടുക്കുന്നത് പോലെ നിരവധി കുടുംബങ്ങൾക്ക്, നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് പ്രതിമാസം ചെറുതെങ്കിലുമായിട്ടുള്ളൊരു തുക അത് മാസം തോറും കൃത്യമായി അവർക്ക് എത്തിച്ചു കൊടുക്കാനും ഭക്ഷ്യസാധനങ്ങൾ മുടക്കം കൂടാതെ അവർക്ക് എത്തിച്ചു കൊടുക്കാനും അതുപോലെ നിരവധിയായിട്ടുള്ള മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവ് പ്രവർത്തനം ഉൾപ്പെടെ. ഒരുപക്ഷെ എൻ്റെ പ്രദേശത്ത് തന്നെ ഒരു കുട്ടി കാല് മുറിച്ച് വീട്ടിൽ കിടക്ക വന്നപ്പോൾ ഒരു ബെഡിന്റെ ആവശ്യം അനിവാര്യമായി വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ സഭയിൽ നിന്നാണ് ആ ബെഡ് എടുത്ത് ആ വീട്ടിലേക്ക് കൊടുത്തത്. വിശ്വാസം ഒരു ലഹരിയില്ല. നമ്മളെല്ലാം ഞായറാഴ്ച കൃത്യമായി ആരാധനാലയത്തിൽ എത്തുന്നുണ്ടെങ്കിൽ അതൊരു ലഹരിയാണ്. നമുക്ക് വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നുന്ന, ആരും നിർബന്ധിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ ലഹരി എന്ന് വിളിക്കാം. മൈലക്കര ലൂഥറൻ ചർച്ചിലെ സാധു സംരക്ഷണ സമിതി ആരംഭിച്ചിട്ട് 2006 തുടങ്ങി 26 വരെ നല്ല രീതിയിൽ കൂടെ അത് പ്രവർത്തിക്കുവാനും അതിൻ്റെ കൂടെ സഭാ കമ്മിറ്റിയും മറ്റ് സംഘടനാ ഭാരവാഹികളുടെയും സാധു സംരക്ഷണ സമിതിയുടെ അംഗങ്ങളായി ഇന്ന് പ്രവർത്തിക്കുന്ന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന B മോഹൻ അവറുകളും ഖജാൻജിയായി പ്രവർത്തിക്കുന്ന ജോൺസൺ അവറുകളെയും സഭാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന സഭാ കമ്മിറ്റി പ്രസിഡൻ്റായിരിക്കുന്ന ജോസ് സാറ്, സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന യേശുദാസൻ സാറ്, ഖജാൻജിയായി പ്രവർത്തിക്കുന്ന സുനിൽ സാറ്, മറ്റ് എല്ലാ വിവിധമായ ആൾക്കാരുടെയും സഹകരണത്തോടും അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും മറ്റെല്ലാവരുടെയും സഹകരണത്തോടെ 50ഓളം പേർക്ക് പെൻഷൻ കൊടുക്കാനും മറ്റ് വിവിധമായ രോഗത്തിന് കിടക്കുന്നവർക്ക് ചികിത്സ, മറ്റെല്ലാ സഹായങ്ങളും ചെയ്യുവാൻ വേണ്ടി തുടക്കം മുതൽ ഇതുവരെയും ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും 1000 നന്ദി. എടുത്തു പറയാൻ 2006 തുടങ്ങി ഈ 26 വരെയും മുടക്കം കൂടാതെ പെൻഷൻ തന്ന് സഹായിച്ച സുജാപ്പോണ് അവരെ പ്രത്യേകം നന്ദിയോടെ ഓർമ്മിക്കുന്നു. ബാക്കി പെൻഷൻ തരുന്ന അനേകം മക്കളുണ്ട്. എല്ലാവരെയും ഒരു വാക്കിൽ തുടർന്നും ഞങ്ങളെ സഹായിക്കുകയും ഈ സാധു സംരക്ഷണ സമിതിയെ നാൾക്ക് നാൾ പ്രവർത്തിച്ചുകൊണ്ട് പോകാൻ വേണ്ടി സഹായിക്കണമെന്ന് മാത്രം പറയുന്നു. അതിന് ഈ
വാർഷികത്തിന് ചുക്കാൻ പിടിച്ച സഭയുടെ പ്രതിനിധിയായിരിക്കുന്ന DM സാമ കുടുംബത്തോടും നന്ദി പറയുന്നു. അതുപോലെ മറ്റ് ഈ സഭയുടെ മുഴുവൻ വിശ്വാസികളോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ചേർക്കുന്നു. 2026 തുടങ്ങിയ സാധു സംരക്ഷണ സമിതിയുടെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സഭയുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും എല്ലാവരുടെയും അഭിപ്രായമനുസരിച്ചാണ് പ്രവർത്തിച്ചു പോകുന്നത്. ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ധാരാളം ആൾക്കാർ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും സാധു സംരക്ഷണ സമിതിയുടെ നന്ദി അറിയിക്കുന്നു. ലൂഥറൻ സഭയുടെ സാധു സംരക്ഷണ സമിതി വളരെ ഭംഗിയായി മുന്നോട്ട് അവർക്കത് ചെയ്യുവാൻ കഴിയുന്നു. ആതുരസേവനം ചെയ്യാൻ സാധുക്കളെ സഹായിക്കുന്നു. കൊണ്ടുപോകുവാൻ ഈ സാധു സംരക്ഷണ സമിതിയുടെ ഭാരവാഹികളെ അനുഗ്രഹിക്കുന്നു. അവർ ചെയ്യുന്ന നന്മകളെ വീണ്ടും കാണുവാൻ, ഈ ദേശം അറിയുവാൻ, ഈ ദേശത്തുള്ള എല്ലാവർക്കും അതുകൊണ്ട് ഗുണം ചെയ്യുവാൻ ഉപകാരമുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.